ഗുഡ് ഈവനിങ് ഗൈസ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് ഇരിക്കാന്ന് വിചാരിക്കുന്നു. നമ്മൾ മെയിനായിട്ട് പ്ലാൻ ചെയ്തത് ഒരു API ഇന്റഗ്രേഷൻ ആണ്. അപ്പോൾ നമ്മൾ ലൈവായിട്ട് ഒരു പ്രൊജക്ട് ചെയ്യുന്ന രീതിയിൽ ചെയ്യുന്ന ആ ഒരു ഫ്ലോ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും സിസ്റ്റത്തിൽ തന്നെ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. ജോയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. നമ്മളിന്ന് പ്ലാൻ ചെയ്യുന്നത് API ഇന്റഗ്രേഷൻ എന്നൊരു ടോപ്പിക് ആയിരുന്നു. നിങ്ങളിപ്പോ ശരിക്കും API ഇന്റഗ്രേഷൻ എന്നൊരു ടോപ്പിക് കേൾക്കുമ്പോൾ എന്തൊക്കെയാ ഒന്ന് മനസ്സിലേക്ക് വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാമോ? അതിലെ ജസ്റ്റ് എന്തെങ്കിലും പറഞ്ഞാൽ മതി, എന്താ ഉദ്ദേശിക്കണമെന്ന്. ഏതെങ്കിലും ഒരു സെർവറിൽ നിന്ന് എന്തെങ്കിലും ഡാറ്റ തിരിച്ചു മേടിക്കാം. ഓക്കെ, നമ്മളിപ്പോ റിലേറ്റഡ് ക്ലാസ് നടക്കുന്നത്. അപ്പോൾ നമ്മുടെ API ഇന്റഗ്രേഷൻ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ കുറെ മോഡൽസ് കാര്യങ്ങൾ അങ്ങനെ കുറെ 2-3 വീക്കായിട്ട് ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കുക. അപ്പോൾ ഈ മോഡലിനെല്ലാം ഓരോരോ സർവീസിൽ ഒരു ഡിപ്ലോയ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നിങ്ങൾ ChatGPT യൂസ് ചെയ്യുന്ന എല്ലാവരും അതിനകത്ത് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് മോഡൽ ഏതാണെന്ന് അറിയാമോ? 4O. 4O. ആ മോഡൽ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആ മോഡല് നമ്മുടെ ലോക്കലി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാമോ? ലോക്കലി ഇപ്പൊ ഓലാമ ഓലാമ ഉപയോഗിച്ച് നമുക്ക് റൺ ചെയ്യാം. അല്ലാണ്ട് നമുക്ക് API കീ നമുക്ക് അവിടെ നിന്ന് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് നമുക്ക് ഓപ്പൺ ഐയുടെ ഫ്രീ API കീസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഇപ്പൊ ഓപ്പൺ ഐ കുറച്ച് നമുക്ക് ലോഗിനും കാര്യങ്ങളൊക്കെ ചെയ്താലേ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ജെമിനിയും ബാക്കി API കീ ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്. അങ്ങനെ നമുക്ക് ആ മോഡൽസിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഒരു API കീ പ്രൊവൈഡ് ചെയ്ത് തരുന്നത്. അപ്പോൾ API ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ മോഡലുകൾ ഇപ്പോൾ ക്ലൗഡിലോ ബാക്കി സർവീസിലോ ഡിപ്ലോയ് ചെയ്തിരിക്കുന്ന മോഡലുകൾ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ലോക്കലി ഉപയോഗിക്കാൻ വേണ്ടി അവർ ഒരു API കീ ആയിട്ട് നമുക്ക് അതിന്റെ സർവീസ് അവൈലബിൾ ആക്കി തരും. നമ്മൾ ജസ്റ്റ് ആ API കീയിലെ ആക്സസ് മാത്രം എടുത്താൽ മതി. ഓക്കെ, ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനു മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങളിലേക്ക് കിടക്കാം. ഈ ഒരു ഇമേജ് കണ്ടിട്ടുണ്ടോ? ഓക്കെ, ജസ്റ്റ് ഐഡിയ പറയാം. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ AI എവല്യൂഷനാണ് വിത്ത് റെസ്പെക്ട് ടു ദ ടൈം. നമ്മുടെ AI സ്റ്റാർട്ട് ചെയ്ത ആദ്യം ബേസിക്കലി നമുക്ക് തിയറിറ്റിക്കൽ കൺസെപ്റ്റ്സ്, മാത്തമാറ്റിക്കൽ ഇക്വേഷൻസ് അതൊക്കെ വെച്ച് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ആ ഒരു കാര്യം പുറത്ത് വന്നു. അതിനകത്ത് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? AI എന്ന് പറയുമ്പോൾ എന്താ തിയറികളാണ്. അതിനകത്ത് മെത്തേഡ്സ് കാര്യങ്ങൾ എങ്ങനെ നമുക്ക് ബിൽഡ് ചെയ്യാം മെഷീൻസിനെ, എന്നിട്ട് അത് ഹ്യൂമൻസിനെ പോലെ ആക്ട് ചെയ്യാന്നുള്ള ഒരു ബേസിക് ഐഡിയകൾ ആ ഒരു സ്റ്റാർട്ടിങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൊണ്ട് തന്നെ അതിനകത്തായിട്ടായിരുന്നു എന്ത് നമ്മുടെ മെഷീൻ ലേണിംഗ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് വന്നത്. മെഷീൻ ലേണിംഗ് എന്നുള്ള കൺസെപ്റ്റിൽ എന്തായി നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ നമ്മൾ ഡാറ്റ വെച്ച് ട്രെയിൻ ചെയ്തെടുക്കുക വിത്തൗട്ട് ഹ്യൂമൻ പ്രോഗ്രാം. ഹ്യൂമൻ പ്രോഗ്രാം ചെയ്ത് വെച്ച ഒരു കൺസെപ്റ്റ് വെച്ചിട്ട് മോഡൽ ഉണ്ടാക്കിയിട്ട് പുതിയതായിട്ട് ഡാറ്റ വരുമ്പോൾ നമ്മൾ മെഷീനെ ട്രെയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതേപോലെ തന്നെ അതിനകത്ത് വീണ്ടും അഡ്വാൻസ്മെന്റ് വന്നു. 2008 സംതിങ് ആയപ്പോൾ ഡീപ് ലേണിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വന്നു. ഇതെല്ലാം അകത്തേക്ക് നമ്മൾ ഇന്നർ ഡീപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ആദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരുന്നു, അതിനകത്ത് മെഷീൻ ലേണിംഗ് വന്നു, അതിനകത്ത് ഇപ്പോൾ ഡീപ് ലേണിംഗ് വന്നു. ഡീപ് ലേണിംഗ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ ഹ്യൂമൻ ബ്രെയിനിനനുസരിച്ച് മിമിക് ചെയ്യണം. നമ്മൾ ട്രാൻസ്ഫോമേഴ്സ് മോഡൽസ് ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ മോഡൽസ് ഉണ്ട്. ഇപ്പൊ VGG16 അങ്ങനത്തെ കുറെ ട്രാൻസ്ഫോമേഴ്സ് മോഡൽസ് ഉണ്ട്. അതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് ഹ്യൂമൻ ബ്രെയിനിന്റെ ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ആ മോഡൽസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതാണ് ഡീപ് ലേണിംഗ് ഉള്ള കൺസെപ്റ്റ്. ഇപ്പൊ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് ജനറേറ്റീവ് AI. ഇത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഏറ്റവും കോർ അകത്ത് എത്തിയിരിക്കുക. ഇനിയിപ്പോ നമ്മൾ അതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പോഴത്തെ ഫർദർ ഡെവലപ്മെന്റ്സിന്റെ ഏജന്റിക് AI ഏജൻസ് അങ്ങനത്തെ കുറെ കൺസെപ്റ്റ് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ജനറേറ്റീവ് AI. ജനറേറ്റീവ് AI എന്ന് മെയിൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഇപ്പോൾ പറയുന്ന കോണ്ടെക്സ്റ്റിനനുസരിച്ച് നേരത്തെ ട്രെയിൻ ചെയ്ത് വെച്ച ഡാറ്റയിൽ പുതിയതായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ വരുന്നതാണ് ജനറേറ്റീവ് AI എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഉണ്ടാക്കിയ കുറെ മോഡൽസിലാണ് നിങ്ങൾ കാണുന്ന ഈ ChatGPT ഉപയോഗിക്കുന്ന ഓപ്പൺ ഐയുടെ മോഡൽസ്, അതേപോലെ തന്നെ ജെമിനിയുടെ ഇഷ്ടംപോലെ മോഡൽസ് ഉണ്ട്. 2.5 ഫ്ലാഷ്, 2.5 പ്രോ അങ്ങനത്തെ കുറെ മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. അങ്ങനെ ക്രിയേറ്റ് ചെയ്ത മോഡൽസുകളാണ് ജനറേറ്റീവ് AI മോഡൽസ് അല്ലെങ്കിൽ ജനറേറ്റീവ് AI ട്രാൻസ്ഫോമേഴ്സ് പറയും. ഓക്കെ, നമ്മൾ അങ്ങനെ ഒരു മോഡലുകളെയാണ് നമുക്ക് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടിലേക്ക് എടുക്കാം. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി എവിടെന്നൊക്കെ എടുത്തുണ്ടാക്കിയ ഒരു സ്ലൈഡാണ്. ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. നമുക്ക് ആദ്യം തന്നെ നമ്മൾ എന്തിനു വേണ്ടിയാ ഓപ്പൺ AI API ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്? ആദ്യം തന്നെ നമുക്ക് കുറെ AI മോഡൽസ് അത് ക്ലൗഡിൽ അവരുടെ സർവീസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഓപ്പൺ ഐയുടെ API ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് കുറെ ടൈപ്പ് ലാംഗ്വേജസ് സപ്പോർട്ട് ആണ്. ഇപ്പൊ നമുക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിക്കാം. ഒരു വെബ് ഡെവലപ്പർ ആണെങ്കിൽ അവർക്ക് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. PHP ആണെങ്കിൽ PHP ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. ഇപ്പോൾ ബാക്കൻഡ് ഡെവലപ്പേഴ്സ് ആണെങ്കിൽ പൈത്തൺ ഉപയോഗിച്ച് കണക്ട് ചെയ്യാം. അങ്ങനെ അവർക്ക് മൊത്തം സ്കെയിലബിൾ ആണ്. നമുക്ക് ഓപ്പൺ ഐയുടെ API എപ്പോഴും സ്കെയിലബിൾ ആയിട്ട് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അതിന് കുറെ കേപ്പബിലിറ്റീസ് ഉണ്ട്. നമുക്ക് GPT മോഡൽസ് തന്നെ ഇഷ്ടം പോലെ ടൈപ്പ് മോഡൽസ് ഉണ്ട്. ടെക്സ്റ്റ് ജനറേഷൻ ചെയ്യാം, കോഡ് ജനറേഷൻ ചെയ്യാം, ഇമേജ് ജനറേഷൻ ചെയ്യാം. നിങ്ങൾ തന്നെ ഇപ്പൊ കുറെ ഉപയോഗിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രൊജക്റ്റിലായാലും കാര്യങ്ങൾക്കായാലും നിങ്ങൾക്ക് ഇപ്പൊ പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോൾ എറർ വരികയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്നത് നേരെ ChatGPT ആയിരിക്കും. ഇതിന് മുമ്പുള്ള ആൾക്കാർ ഈ ChatGPT ഒക്കെ വരുന്നതിന് മുമ്പ് ആൾക്കാർ യൂസ് ചെയ്തിരുന്ന കുറെ
സാധനങ്ങളുണ്ട്, സ്റ്റാക്ക് ഓവർഫ്ലോ, അങ്ങനത്തെ കുറെ ടൈപ്പ് സാധനങ്ങളുണ്ട്. അതൊന്നും ഇപ്പൊ അധികം ആരും ഉപയോഗിച്ചില്ല. പക്ഷെ ചാറ്റ് ജി പി ടി ആകുമ്പോൾ നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റിനനുസരിച്ച് ആൻസേഴ്സ് വരും. അതിനനുസരിച്ച് നമുക്ക് ഇങ്ങനെ ചാറ്റ് പോലെ ചെയ്തുകൊണ്ടിരിക്കാം. ഇങ്ങനെ കറക്റ്റായിട്ട് ആൻസേഴ്സ് ഇങ്ങനെ ചെയ്ത് പോകാം. പിന്നെ കോഡിലായാലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാം. ഇമേജ് ജനറേഷൻ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾക്ക് നമുക്ക് ചാറ്റ് ജി പി ടിയുടെ ഓപ്പൺ ഐയുടെ എ പി ഐ കീ ഉപയോഗിക്കാം. അതേപോലെ തന്നെ കുറച്ച് പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച് ജസ്റ്റ് ഐഡിയ വേണം. പിന്നെ റെസ്റ്റ്ഫുൾ എ പി ഐ എന്താണെന്ന് ജസ്റ്റ് ഒരു ഐഡിയ വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഓപ്പൺ ഐയുടെ ഒരു അക്കൗണ്ട് ആണ്. അതിനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ അത് ഞാൻ കാണിച്ചു തരാം, നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ലൈവായിട്ട് കാണിച്ചു തരാം. ഓപ്പൺ ഐയുടെ അക്കൗണ്ടിൽ കയറുക, നമുക്ക് ലോഗിൻ ചെയ്യുക, അങ്ങനത്തെ ഡെവലപ്മെന്റ് സെറ്റപ്പ് കാര്യങ്ങൾ കുറച്ച് ചെയ്യാനുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കീ ജനറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും ഒരു ജസ്റ്റ് ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കിട്ടിയോ? ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി ആ ഒരു എ പി ഐ കീയുടെ ഒരു ടെസ്റ്റിംഗ് പാർട്ടിലേക്ക് പോയാലോ? ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞത് ഓപ്പൺ ഐയുടെ എ പി ഐ കീ. അപ്പോൾ എന്റെ സ്ക്രീൻ കാണാമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഓപ്പൺ ഐയുടെ സൈറ്റിൽ പോവാം. ഓപ്പൺ ഐ എ പി ഐ കീ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യാം. ഇതാണ് വരുന്ന പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോം ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കുക. നമുക്കിവിടെ ക്രിയേറ്റ് ന്യൂ എ പി ഐ കീ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വേണം. നമുക്കിവിടെ ഫസ്റ്റ് കീ ജനറേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ മൈ ടെസ്റ്റ് കീ ടൈപ്പ് ചെയ്ത് എന്നിട്ട് ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയതായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു എ പി ഐ കീ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത് പക്ഷെ നമുക്ക് വൺ ടൈമേ വാച്ചബിൾ ഉള്ളൂ. നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇത് ഒന്നെങ്കിൽ ഇത് കോപ്പി എടുത്തോണ്ട് പോകണം, അല്ലാണ്ട് ഇത് ക്ലോസ് ചെയ്താൽ പിന്നെ നമുക്ക് ആ എ പി ഐ കീ അവൈലബിൾ ആയിരിക്കില്ല. ഓക്കെ, ഞാൻ ഡൺ എടുത്തു. ഇപ്പൊ നമുക്ക് നമുക്ക് നോക്കേണ്ട എന്താ വെച്ചാൽ ഇതിന് ബില്ലിങ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. അതിനുവേണ്ടി നമുക്ക് ഇതിന്റെ ഡോക്സ് എടുത്ത് നോക്കാം. നമ്മൾ ഡോക്സ് എടുക്കുമ്പോൾ നമ്മുടെ പ്രൈസിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. നമ്മളെടുത്ത എ പി ഐ കീയിൽ എന്തെങ്കിലും ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും മോഡൽസ് ഉണ്ടോ നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് നോക്കുമ്പോൾ ജി പി ടിയുടെ ഇഷ്ടംപോലെ മോഡൽസ് ആണ്. ജി പി ടി 4.1, 4.1 മിനി, നാനോ, പ്രിവ്യൂ, ഇതെല്ലാം പ്രൈസിംഗ് ഉള്ള മോഡൽസാണ്. ഇപ്പൊ കഴിഞ്ഞ ഒരു ഹാഫ് ഇയർ ആയിട്ട് ഓപ്പൺ ആയി നമുക്ക് ഫ്രീ ആയിട്ട് എ പി ഐ കീ ഉപയോഗിച്ചിട്ട് ഒരു മോഡലും അവൈലബിൾ ആയിട്ട് അധികം തരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിന് പകരം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, ഫ്രീ ആയിട്ട് എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഉണ്ട്. ഗൂഗിളിൽ തന്നെ ജെമിനിയുടെ എ പി ഐ കീ നമ്മൾ എടുക്കാൻ പറ്റും. എല്ലാവരും ഗൂഗിൾ എ ഐ സ്റ്റുഡിയോ ഒന്ന് ഓപ്പൺ ആക്കണം. ഇവിടെ നമുക്ക് ഒരു ഓപ്ഷൻ ഉണ്ട്, ഗെറ്റ് എ പി ഐ കീ എന്നുള്ളൊരു ഓപ്ഷൻ. എല്ലാവരും അതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ റൈറ്റ് ടോപ്പിലായിട്ട് തന്നെ ക്രിയേറ്റ് എ പി ഐ കീ എന്നൊരു ഓപ്ഷൻ കാണാം. എന്നിട്ട് നിങ്ങളുടെ പ്രൊജക്ട് പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്യുക. എൻ്റെ ഓൾറെഡി ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളൊരു മൈ ഫസ്റ്റ് പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുക, ക്രിയേറ്റ് എ പി ഐ കീ കൊടുക്കുക. എല്ലാവർക്കും എ പി ഐ കീ കിട്ടിയോ? നമുക്കത് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയാലോ? എൻ്റെ വി എസ് കോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാമെന്ന് വിചാരിക്കുന്നു. വി എസ് കോഡ് കാണാലോ? യെസ്, കാണാം. ഇനിയിപ്പോ വി എസ് കോഡ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? വി എസ് കോഡ് ഇല്ലാത്തവരാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ കൊളാബ് എടുക്കാം. ഗൂഗിൾ കൊളാബിൽ ഒരു നോട്ട് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ഇല്ലാത്തവരാട്ടോ, വി എസ് കോഡ് ഇല്ലാത്തവർ ഇവിടെ കൊളാബ് എടുത്ത് കൊളാബിൽ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ എന്തായാലും വി എസ് കോഡിൽ തന്നെ ചെയ്ത് വെക്കാം. ഓക്കെ, വി എസ് കോഡിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ഷന്റെ കാര്യങ്ങളൊന്നും നോക്കിയാലോ? നമുക്ക് ആദ്യം ജെമിനിയുടെ എ പി ഐ കീ അല്ല നമ്മൾ ചെയ്തത്. നമുക്ക് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാലോ. എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയാ? പൈത്തൺ ഞാൻ ഇ എൻ വി എന്ന് നെയിമുള്ള ഒരു എൻവയോൺമെന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമുക്ക് സൈഡിൽ ഒരു ഫോൾഡർ വരും. ഓക്കെ, ഇനി ആ എൻവയോൺമെന്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യാം. ഇ എൻ വി സ്ലാഷ് സ്ക്രിപ്റ്റ് സ്ലാഷ് ആക്ടിവേറ്റ്. ഓക്കെ ആണോ? നമ്മളിപ്പോൾ എൻവയോൺമെന്റിന്റെ അകത്തേക്ക് കയറി. ഇനി നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒരു റിക്വയർമെന്റ്സ് ഉണ്ട്. ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ ഇപ്പോൾ ജെമിനിയുടെ എ പി ഐ നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് നമുക്ക് യൂസ് ചെയ്യേണ്ട റിക്വയർമെന്റ് എന്ന് പറയുന്നത് ഈ റിക്വയർമെന്റ്, ഗൂഗിൾ ജനറേറ്റീവ് എ എന്നുള്ള ഈ റിക്വയർമെന്റ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കമാൻഡ് അടിക്കുക, പിപ്പ് ഇൻസ്റ്റാൾ ഗൂഗിൾ ജനറേറ്റീവ് എ. അപ്പോൾ നമ്മുടെ പാക്കേജ് ഇത് പൈത്തണിന്റെ ഒരു പാക്കേജ് ആണ്. ജനറേറ്റീവ് എ ഡയറക്റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പാക്കേജാണ്.
നമുക്കത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതിനകത്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ മറ്റേ പൈപ്പൈ വെബ്സൈറ്റിൽ കയറി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പാക്കേജ് എല്ലാവരും ഇൻസ്റ്റാൾ ആക്കി ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് നിങ്ങളൊരു ഒരു പൈത്തൺ ഫയൽ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുക. app.py എന്ന് എന്തെങ്കിലും ഒരു പേര് കൊടുത്തു. ഓക്കെ, എന്നിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത പാക്കേജ് ഇമ്പോർട്ട് ചെയ്തെടുക്കും. അതിനുവേണ്ടി ഇമ്പോർട്ട് ഗൂഗിൾ ജനറേറ്റ് AI എന്തെങ്കിലും ഒരു കീവേഡ് കൊടുക്കുക. എന്തെങ്കിലും ഞാൻ ഇപ്പോൾ ജെൻ AI എന്നുള്ള പേരിൽ അത് ഇനീഷ്യലൈസ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു API അവിടെ കോപ്പി എടുത്തായിരുന്നു, അത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അതിന് കോൺഫിഗറേഷൻ എന്ന് പറയും. അപ്പോൾ ജെൻ AI നമ്മളിവിടെ ഇമ്പോർട്ട് ചെയ്തായിരുന്നു, അതിനകത്ത് കോൺഫിഗർ എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ ഉണ്ട്. കോൺഫിഗർ ഫംഗ്ഷനകത്ത് നമ്മുടെ API കീ ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക. API കീ ഈക്വൽ ടു ആ API കീ പാസ് ചെയ്ത് കൊടുക്കുക. ഇതെന്റെ API കീ ആണ്. നിങ്ങൾ എല്ലാവരും ഒരെണ്ണം ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അവിടെ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് നോക്കേണ്ട കാര്യം ഇവിടെ നമുക്ക് ഇവിടെ യൂസേജ് ആൻഡ് ബില്ലിംഗ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ഗൂഗിളയുടെ ജെമിനിയുടെ API എടുത്തതെന്ന് വെച്ചാൽ ഇപ്പൊ കറന്റ് നമ്മുടെ ബില്ലിങ്ങും കാര്യങ്ങളും ഒന്നും വന്നിട്ടില്ല ജെമിനിയുടെ API ക്ക്. അതുകൊണ്ടാണ് നമ്മൾ ജെമിനിയുടെ API തന്നെ ട്രൈ ചെയ്യാൻ വിചാരിച്ചത്. ഓപ്പൺ AI ആയിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കാർഡ് വെച്ച് ലോഗിൻ ചെയ്ത് അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ക്രെഡിറ്റ് കൊടുക്കേണ്ട വരും സ്റ്റാർട്ടിങ്ങിൽ. ഇതിനകത്ത് നമുക്ക് അങ്ങനെ ഒരു യൂസേജ് വരുന്നില്ല. ഇനി നമുക്ക് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ മോഡൽ ഏതാണെന്ന് സെലക്ട് ചെയ്യണം. നമ്മുടെ മോഡൽ ഏതാണെന്ന് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യണം. നമ്മൾ API ഉപയോഗിച്ച് ഏത് മോഡലിനെയാണ് ആക്സസ് ചെയ്യാൻ പറ്റുന്നത് നോക്കണം. ഓക്കെ, ഇവിടെ വരെ എത്തിയെല്ലാവരും? ഹലോ, നമ്മളിപ്പോൾ ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ മോഡൽ ജസ്റ്റ് അതിനകത്ത് കോൾ ചെയ്യണം. നമുക്ക് അവിടെ നിന്ന് നമ്മൾ ജനറേറ്റീവ് AI എന്ന് പറഞ്ഞൊരു ലൈബ്രറി കോൾ ചെയ്തിട്ട് അതിനെ ജെൻ AI ഇട്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ജനറേറ്റീവ് AI മോഡൽ എന്ന് പറഞ്ഞൊരു അതിന് ഇൻസൈഡ് പാക്കേജ് അല്ലെങ്കിൽ ലൈബ്രറി എന്ന് പറയാം, അതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് നമ്മൾ ജസ്റ്റ് നമ്മളവിടെ യൂസ് ചെയ്യാൻ പോകുന്ന മോഡൽ എന്ന് പറഞ്ഞാൽ ജെമിനിയുടെ തന്നെ 1.5 ഫ്ലാഷ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. നമുക്ക് ഇനി ചാറ്റ് കംപ്ലീഷന്റെ ജസ്റ്റ് ഒരു 2-3 സ്റ്റെപ്സ് കൂടെ ഉള്ളൂ. ചാറ്റ് കംപ്ലീഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം. അപ്പോൾ ഞാൻ ചാറ്റ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിനകത്തേക്ക് നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ മോഡൽ ഡിക്ലെയർ ചെയ്തു. മോഡൽ ഡോട്ട് സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. സ്റ്റാർട്ട് ചാറ്റ്. ഓക്കെ, നമ്മുടെ ചാറ്റ് നമുക്കിവിടെ മോഡലായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സ്റ്റാർട്ട് ചാറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ആ മോഡലിൽ നിന്ന് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് മെസ്സേജ് ഒരെണ്ണം പാസ് ചെയ്ത് വിടാം. ഇപ്പൊ ഞാൻ യൂസർ മെസ്സേജ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. അതിനകത്ത് മെസ്സേജ് പാസ് ചെയ്ത് വിടാം. ഹലോ, എന്തെങ്കിലും ഒരു മെസ്സേജ് ഇടാം. ക്യാൻ യു tell me a fun fact about ocean. ഓക്കെ, ജസ്റ്റ് നമുക്ക് ആ യൂസർ മെസ്സേജ് ഒന്ന് കൺസോളിൽ പ്രിന്റ് ചെയ്ത് കാണിക്കാം. യൂസർ മെസ്സേജ്. ഓക്കെ, ഇപ്പൊ നമ്മൾ ചാറ്റിൽ അങ്ങോട്ട് മെസ്സേജ് കിട്ടും. നമുക്ക് റിപ്ലൈ വരണ്ടേ? റിപ്ലൈ വരാൻ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് ജസ്റ്റ് നിങ്ങൾ വേരിയബിൾ ഏത് വേണമെങ്കിൽ ഡിക്ലെയർ ചെയ്തു. ഇപ്പൊ ഞാൻ ജസ്റ്റ് റെസ്പോൺസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അതിനകത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടത് ചാറ്റ് ഡോട്ട് സെൻഡ് മെസ്സേജ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷൻ, ഒരു ലൈബ്രറി അതിനകത്തുണ്ട്. അതിനകത്ത് നമ്മൾ എന്ത് പാസ് ചെയ്ത് വിടണം? നമ്മുടെ യൂസർ മെസ്സേജ് പാസ് ചെയ്ത് വിടണം. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ റെസ്പോൺസ് ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. എന്താണ് ജെമിനി നമുക്ക് തരുന്ന റെസ്പോൺസ്? ജെമിനി റെസ്പോൺസ് തരുന്നുണ്ടോ നോക്കാം ആദ്യം. ഓക്കെ ആണോ? ഇവരെല്ലാവർക്കും ഓക്കെ ആണോ? പൈത്തൺ എങ്ങനെയാ പൈത്തൺ Yes. റൺ ചെയ്യാന്ന് അറിയാലോ. app.py. ഓക്കെ, ഞാനിവിടെ ഒരു ക്വസ്റ്റ്യൻ വിട്ടു. ഇപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത് മോഡലിന്റെ മൊത്തം കണ്ടന്റ് ടൈപ്പ് അവിടെ വന്നത്.
നമുക്ക് വരേണ്ട റെസ്പോൺസ് അല്ല അവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇവിടെ എല്ലാവരും നോക്കുക. ഇവിടെ നമുക്കിപ്പോ ഇപ്പൊ അവിടെ നിന്ന് വന്ന റെസ്പോൺസിൽ ഉള്ള കാര്യങ്ങളാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരുന്നത്. റെസ്പോൺസിനകത്ത് ജനറേറ്റ് ചെയ്ത് കുറെ കാര്യങ്ങൾ ഒരു ജേസൺ ഫയലായിട്ട് നമുക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ ഈ റെസ്പോൺസിനകത്ത് തന്നെ ടെക്സ്റ്റ് എന്നൊരു ഫീൽഡ് ഉണ്ട്. ഓക്കെ, ഈ ടെക്സ്റ്റ് എന്നുള്ള ഫീൽഡിൽ അതിനകത്ത് അവർ നമുക്ക് അതിനുള്ള റിപ്ലൈ വിട്ടിട്ടുണ്ട്. മനസ്സിലായോ? കിട്ടിയോ? എല്ലാവർക്കും കിട്ടിയോ? കിട്ടിയോ? നമുക്കിവിടെ ജസ്റ്റ് അത് മാത്രം ജസ്റ്റ് ഒന്ന് പ്രിന്റ് ചെയ്ത് കാണിക്കാം. അത് ഫോർമാറ്റഡ് സ്ട്രിങ് കൊടുത്താൽ കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇപ്പൊ മനസ്സിലായോ? നമുക്ക് ജസ്റ്റ് ഒരു API ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ജെമിനി ഇപ്പൊ 1.5 ഫ്ലാഷ് മോഡലിനെ ഉപയോഗിച്ചത്? ജസ്റ്റ് ഒരു ഐഡിയ കിട്ടിയ എല്ലാവർക്കും. നമ്മളിപ്പോ വളരെ ബേസിക് ആയിട്ട് ഒരു കാര്യം ചെയ്തത്, നമുക്ക് ജെമിനിയുടെ 1.5 ഫ്ലാഷിൽ നിന്ന് ജസ്റ്റ് ഒരു നമ്മുടെ API ഉപയോഗിച്ചിട്ട് എങ്ങനെ റിക്വസ്റ്റ് എടുക്കാം. അപ്പൊ നമ്മളിപ്പോ അത് വർക്ക് ചെയ്ത് നമ്മുടെ ലോക്കലിയാ. ഓക്കെ, നമ്മുടെ API ഉപയോഗിച്ച് നമ്മളിപ്പോ അത് വർക്ക് ചെയ്ത് നമ്മുടെ ലോക്കലിയാ. എല്ലാവർക്കും ചെയ്തെങ്കിൽ ഔട്ട്പുട്ട് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഞാൻ 2-3 യൂസ് കേസിലൂടെ അതിന്റെ പറയാം. ഇപ്പൊ നമുക്കൊരു ചാറ്റ് ആപ്പ് പോലെ അത് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ അവിടെ കോഡ് ഞാൻ ജസ്റ്റ് നേരത്തെ ചെയ്ത് വെച്ചിട്ടുണ്ട്, നമുക്ക് ജസ്റ്റ് റെഫർ ചെയ്യാം. ഇവിടെ നമുക്കൊരു ജസ്റ്റ് ഒരു വൈൽ കണ്ടീഷൻ കൊടുത്താൽ മതി. നേരത്തെ ചെയ്ത സെയിം കാര്യം തന്നെ. മോഡൽ കോൾ ചെയ്യുക, മോഡൽ കോൺഫിഗറേഷൻ ഇമ്പോർട്ട് ചെയ്യുക, എന്നിട്ട് ഒരു വൈൽ ലൂപ്പ് കൊടുക്കുക. ജസ്റ്റ് ക്വസ്റ്റ്യൻസ് യൂസറിന് അങ്ങോട്ട് നമുക്ക് കൺസോളിൽ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നിട്ട് അവിടെ നിന്ന് തന്നെ റിപ്ലൈ വരുന്ന രീതിയിൽ ജസ്റ്റ് ഞാൻ റൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നമുക്ക് ഇപ്പോൾ കൺസോളിൽ യു എന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻപുട്ട് നമുക്ക് ഇവിടെ വാങ്ങിയെടുക്കാം ക്വസ്റ്റ്യനിലേക്ക്. ഞാൻ ഇവിടെ ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Who is the Prime Minister of India? ഓക്കെ, ജമിനി നമുക്ക് റിപ്ലൈ ചെയ്തിരിക്കുക. ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഈസ് നരേന്ദ്രമോദി. ഓക്കെ, ഇനി നമുക്ക് വേറെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഐ ഹാവ് സോൾട്ട് കറി കോക്കനട്ട് ചില്ലി ഫിഷ് റെസിപ്പി യൂസിങ് ഇറ്റ്. ഓക്കെ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ? ജസ്റ്റ് ഞാൻ ചമ്മന്തി ഉണ്ടാക്കാനുള്ള ഒരു റെസിപ്പിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ജെമിനി നമുക്ക് എന്താ പ്രൊവൈഡ് ചെയ്യുന്നത് ജസ്റ്റ് നോക്കി. ഓക്കെ, ജെമിനി നല്ല വൃത്തിക്ക് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. നോക്കി നോക്കുക. The combination of ingredients is a simple, powerful South Indian style side dish or condiment. അങ്ങനെ ഒരു ചട്നി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എത്ര ടൈം എടുക്കും, എത്രത്തോളം നമുക്ക് ക്വാണ്ടിറ്റി ഉപയോഗിക്കണം, എന്തൊക്കെ വേണം, അതിന്റെ ഇൻഗ്രീഡിയൻസ്, എല്ലാ കാര്യങ്ങളും, അതിന്റെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്തൊക്കെ ഫോളോ ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഇതിന് നല്ല വൃത്തിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതിൽ നിന്ന് എക്സിറ്റ് അടിക്കുക. നിങ്ങൾ ഈ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാവോ? ജസ്റ്റ് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചോദിക്കാം. ഓക്കെ, ഓക്കെ, ഗുഡ്. അങ്ങനെ അതിൽ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. ആന്റണിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണല്ലോ പറയുന്നത്. ആന്റണിയും സ്ക്രീൻ ഷെയർ ജസ്റ്റ് ഒന്ന് ചെയ്ത് കാണിച്ചാൽ അടിപൊളിയായിരിക്കും. ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും ജസ്റ്റ് ഒരു ബേസിക് ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ചാറ്റ് ബോട്ട് പോലെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ അന്ന് ഏയുടെ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുന്ന ഞാൻ വിചാരിക്കുന്നു. കാരണം അന്ന് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു പ്രൊജക്ട് ചെയ്തു. നമ്മുടെ ജാർവിസ് പോലെ നമുക്ക് അതിനകത്ത് ജനറേറ്റ് ഈ ജെമിനിയുടെ മോഡൽ ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്താൽ
വളരെ യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് ഇപ്പോൾ ക്വറീസും കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് ജെമിനിയിൽ നമുക്ക് ഔട്ട്പുട്ട് എടുക്കാൻ പറ്റും. അങ്ങനെ കുറെ യൂസ് കേസും കാര്യങ്ങളുണ്ട്. അതേപോലെ തന്നെ ഞാനിപ്പോൾ ഒന്ന് രണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നത്. അത് ട്രൈ ഔട്ട് ചെയ്യേണ്ടവരൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. എന്റെ VS കോഡ് കാണാനുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ കാണിച്ചു ഇത് എന്റെ ഒരു TXT ഫയലാണ്. ജസ്റ്റ് ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറഞ്ഞിട്ട് ജസ്റ്റ് ഗൂഗിൾ എടുത്ത് വിക്കിപീഡിയയിൽ എവിടെയെങ്കിലും ജസ്റ്റ് സെർച്ച് ചെയ്തിട്ട് ഒരു ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ ഞാൻ ജസ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കുക. നമുക്ക് ഈ ടെക്സ്റ്റ് ഫയലിനകത്തേക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം മോഡലിന്റെ അടുത്തുനിന്ന്. ഓക്കെ, മനസ്സിലായോ? നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ആ ടെക്സ്റ്റ് ഫയലിനെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്തേക്ക് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ചോദിച്ചിട്ട് ആൻസേഴ്സ് കിട്ടണം. ഇപ്പൊ നമ്മൾ ചോദിക്കുന്ന ഡയറക്റ്റ് നമ്മുടെ മോഡലിലേക്കുള്ള ക്വസ്റ്റ്യൻസ്, മോഡലിന്റെ ആ ഒരു നോളജ് ബേസിൽ നിന്നുള്ള ആൻസേഴ്സ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഈ ടെക്സ്റ്റിൽ നിന്നുള്ള ആൻസേഴ്സ് വേണ്ടത്. ഓക്കെ, അതിനുവേണ്ടി ഞാൻ ജസ്റ്റ് ഒരു കോഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആദ്യം ചെയ്ത സ്റ്റെപ്സ് ഒക്കെ ചെയ്യുന്നത് തന്നെ, കോൺഫിഗറേഷനും മോഡൽ കോൾ ചെയ്ത് എല്ലാം ചെയ്യുന്നത് തന്നെ. പിന്നെ നമുക്ക് വേണ്ടത് വിത്ത് ഉപയോഗിച്ച് ഓപ്പൺ ചെയ്യുക. നമുക്കൊരു നമ്മുടെ ടെക്സ്റ്റ് ഏതാണോ അത് ജസ്റ്റ് ഇവിടെ നിന്ന് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമുക്ക് അതിന്റെ പാത്ത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തിടുക. റീഡ് ആയിട്ട് നമുക്ക് ആ ഫയലിനെ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ഫയലിലെ കണ്ടന്റ്സ് മൊത്തം നമുക്ക് റീഡ് ചെയ്തിട്ട് കണ്ടന്റ് വന്നിട്ട് വേരിയബിളിലേക്ക് ആക്കി വെച്ച് എന്നിട്ട് ഒരു വൈൽ ലൂപ്പ് വെക്കുക. നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കണം, ഫയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വേണം ചോദിക്കാൻ. അതിനുവേണ്ടി ഞാൻ ഒരു വൈൽ ലൂപ്പ് സെറ്റ് ചെയ്തിട്ട് അതിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ഇൻപുട്ട് ചെയ്യണം. ആ ക്വസ്റ്റ്യൻ എക്സിറ്റ് ആവുന്നവരെ നമുക്ക് അത് റൺ ആവുന്ന രീതിയിൽ നമുക്ക് പ്രോംപ്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഇതിപ്പോ നമ്മുടെ കൊടുത്തിരിക്കുന്ന ആ ഫയലായിരിക്കും ആ ജെമിനിയുടെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ആ കോണ്ടെക്സ്റ്റിനകത്തു നിന്നായിരിക്കും നമ്മുടെ ക്വസ്റ്റിനുള്ള ആൻസേഴ്സ് നമുക്ക് കിട്ടുക. ഓക്കെ, ഒരു ഐഡിയ കിട്ടിയോ? നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. ആ ടെക്സ്റ്റ് ഫയലിലായിരിക്കും ഇപ്പൊ ജെമിനിയുടെ കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അതിനകത്ത് ആൻസേഴ്സ് എടുക്കുന്നു. ഓക്കെ, അതിന് ഐഡിയ ഐഡിയ മനസ്സിലായോ? യെസ്. ഓക്കെ, നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ഇപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ ഒന്ന് റൺ ചെയ്ത് കാണിച്ചു തരാം. പൈത്തൺ ടെക്സ്റ്റ് ഡോട്ട് അതിനെല്ലാം സെപ്പറേറ്റ് ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് വെക്കാം. ഇപ്പൊ ഞാൻ ഇതിനകത്ത് എയുടെ കണ്ടന്റ്സ് ആണ് കുറെ ഇട്ടേക്കുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വാട്ട് ഈസ് AI. ഓക്കെ, ഇപ്പൊ നമുക്ക് ആ ടെക്സ്റ്റ് ഫയല് അത് മൊത്തം റീഡ് ചെയ്തിട്ട് നമുക്ക് ജെമിനി അതിനകത്ത് നിന്ന് ആൻസേഴ്സ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, മനസ്സിലായോ? ആ കൺസെപ്റ്റ് മനസ്സിലായോ എല്ലാവർക്കും? നമുക്കൊരു ടെക്സ്റ്റ് ഫയൽ ഉണ്ട്. നമുക്ക് ആ ടെക്സ്റ്റ് ഫയൽ ജെമിനിക്ക് നമുക്ക് കൊടുക്കുന്നു. ആ ജെമിനിയുടെ അടുത്ത് ആ ടെക്സ്റ്റ് ഫയലിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും റീഡ് ചെയ്തെടുക്കുന്നു. ഇത് വളരെ ബേസിക് ആയിട്ടൊരു കൺസെപ്റ്റ് ആണ്. ഇതിന്റെ വലിയൊരു കൺസെപ്റ്റ് നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ സെഷനിൽ കേട്ടിട്ടുണ്ടാവും. ഞാനിത് കാണിച്ചു തരാം. ജസ്റ്റ് നിങ്ങൾ റാഗ് എന്ന് പറഞ്ഞൊരു ട്യൂട്ടോറിയൽ കേട്ടിട്ടുണ്ടാവും ഇല്ലേ? അതെ. ഈ റാഗിൽ എന്താ ശരിക്കും സംഭവിക്കുന്നത് ആരെങ്കിലും ജസ്റ്റ് ഒരു ഐഡിയ പറയാം? ഇത് കഴിഞ്ഞ ദിവസം ക്ലാസ് കേട്ടതല്ലേ? അത് ഇൻപുട്ട് കൊടുക്കും, റാഗ് എഞ്ചിൻ അതാ സോഴ്സിനകത്ത് എന്തെങ്കിലും ഇൻഫർമേഷൻ എടുത്തിട്ട് അത് ജനറേറ്റ് ചെയ്ത് നമുക്ക് ഔട്ട്പുട്ട് തരും. ഓക്കെ, ഈ സെയിം സ്റ്റെപ്സ് നമ്മളിപ്പോ ചെയ്തതെന്ന് പറഞ്ഞാൽ ഈ റിട്രീവൽ ആ സംഭവങ്ങൾ ഇവിടെ ഒഴിവാക്കി. നമ്മൾ ഡയറക്റ്റ് ക്വറി ഇൻപുട്ട് ലാർജ് ലാംഗ്വേജ് മോഡലിന് കൊടുത്തു. അതിനെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ എന്ത് കൊടുത്തു? നമ്മുടെ ടെക്സ്റ്റ് ഫയൽ ആഡ് ചെയ്ത് കൊടുത്തു, ഔട്ട്പുട്ട് എടുത്തു. അത് നമ്മൾ ചെയ്ത് റാഗ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു ബേസിക് ഒരു ടെക്സ്റ്റ് റീഡറോ അങ്ങനെ എന്തെങ്കിലും പറയാം. ഇനിയിപ്പോ നമുക്കൊരു വലിയൊരു ഫയൽ, ഇപ്പൊ ഞാൻ ഇപ്പോൾ ചെറിയൊരു ടെക്സ്റ്റ് ഫയൽ വെച്ചാൽ ചെയ്തത്. ഇപ്പൊ നമ്മളൊരു വലിയൊരു ടെക്സ്റ്റ് ഫയലോ വലിയൊരു PDF ഫയലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? റാഗ് അവിടെ ഉപയോഗിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് വിൻഡോ എന്ന് പറയുന്നത് മോഡലിന്റെ എപ്പോഴും വളരെ ലിമിറ്റഡ് ആയിരിക്കും. എടുക്കാൻ പറ്റുന്ന കോണ്ടെക്സ്റ്റ് വിൻഡോ വളരെ ചെറുതായിരിക്കും. ഇപ്പൊ ഞാൻ ടെക്സ്റ്റ് ഫയലിൽ കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് ആഡ് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അത് പ്രോസസ് ചെയ്ത് എടുക്കാൻ പറ്റിയത്. ഇത് ഈ കോണ്ടെക്സ്റ്റ് ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ഒരു 1000 വരിയോ 2000 വരിയോ അങ്ങനെ കുറെ ലൈൻസ് ഉള്ള കോഡ് ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ അത് മൊത്തം റീഡ് ചെയ്ത് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അതിനുവേണ്ടിയാണ് നമ്മൾ റാഗ് മെത്തഡോളജി അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ചെയ്യുന്നത് എന്തായിരുന്നു? നമുക്ക് ഉള്ള ആ ഡാറ്റയെ തന്നെ ചങ്ക്സ് ആക്കി മാറ്റിയിട്ട് അവിടെ നിന്ന് പിന്നെ അതിനെ എംബഡിങ്സും കാര്യങ്ങളും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വറി ഇവിടെ നിന്ന് പോകുമ്പോൾ റിട്രീവ് ചെയ്തെടുക്കുന്നു. അവിടെ നിന്ന് ലാർജ് ലാംഗ്വേജ് ഉപയോഗിച്ച് മോഡൽ ഉപയോഗിച്ച് പ്രോസസ് ചെയ്ത് ഔട്ട്പുട്ട് എടുക്കുന്നു. ആ കാര്യങ്ങൾ ചെയ്തു. ഓക്കെ, ഞാൻ ജസ്റ്റ് അന്ന് പറഞ്ഞതിന്റെ ഒരു ബാക്കി രീതിയിൽ ജസ്റ്റ് സംസാരിച്ചതുള്ളൂ. നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണോ? നമ്മളിപ്പോ ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ഫയൽ റീഡ് ചെയ്യുന്ന ഈ കോഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാവോ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ഫയല് ഒന്നുമില്ലെങ്കിൽ ജസ്റ്റ് നോട്ട് പാഡ് എടുക്കുക, വിക്കിപീഡിയ പോയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് എടുത്ത് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പൊ ഞാൻ ടെക്സ്റ്റിൽ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവിടെ ഞാൻ മൊത്തം എയുടെ കണ്ടന്റ്സാണ് കൊടുത്തിരിക്കുന്നത് ഡോക്യുമെന്റിൽ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാന്ന് ജസ്റ്റ് ചോദിച്ചാൽ അത് പറയത്തില്ല. ആ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നതാണ് ഇപ്പൊ നമ്മൾ കൊടുത്ത ആ ഒരു ടെക്സ്റ്റ് ഫയൽ. സർ കിട്ടിയായിരുന്നു. കിട്ടിയോ? ഓക്കെ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമോ അതിലെ? സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ ചെയ്യാം. ഓക്കെ ഓക്കെ, ടെക്സ്റ്റ് ഓൺലൈനിൽ പാസ് ചെയ്തിട്ട്. ഓക്കെ ഓക്കെ, ഗുഡ് ഗുഡ്. ഓക്കെ, നമുക്ക് ജസ്റ്റ് നെക്സ്റ്റ് ഒരു കാര്യങ്ങളിലേക്ക് പോയാലോ? എല്ലാവർക്കും കിട്ടിയോ ബാക്കി? ഓക്കെ, ഞാൻ അടുത്ത ബാക്കി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ജസ്റ്റ് കുറച്ച് കാര്യങ്ങളോട് ഞാൻ just പറയാനുള്ളൂ. നമുക്ക് ഇപ്പൊ ഇനിയിപ്പോ സമ്മറൈസ് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോ കുറച്ച് ഡാറ്റ ഉണ്ടെങ്കിൽ അത് നമുക്ക് സമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും ജെമിനി ഉപയോഗിച്ചിട്ട്. നമുക്ക് ജസ്റ്റ് പാസ് ചെയ്ത് കൊടുത്താൽ മതി നമ്മുടെ ടെക്സ്റ്റ് എന്താണ് ആ കാര്യങ്ങളോട് ജസ്റ്റ് ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുക, നമുക്ക് അതിനെ സമ്മറൈസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്കിപ്പോ സ്റ്റോറി കേൾക്കണമെങ്കിൽ ഇപ്പൊ ഏത് സ്റ്റോറിയാണ് ജസ്റ്റ് അതിന്റെ ജെൻഡർ ഏതാന്ന് പറഞ്ഞാൽ മതി. ഇപ്പൊ ഹൊറർ ആണെങ്കിൽ ഹൊറർ, സ്കൈഫൈ ആണെങ്കിൽ സ്കൈഫൈ, അങ്ങനെ എന്ത് വേണമെങ്കിൽ അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞ നമുക്ക് ജെമിനി തന്നെ മോഡൽ തന്നെ നമുക്ക് ആ സ്റ്റോറി അവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്ത് തരും. അങ്ങനെ കുറെ യൂസ് കേസ് ഉണ്ട്. ഇതേപോലെ തന്നെ ജെമിനി പോലെ തന്നെ വേറൊരു API നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം ഞാൻ പരിചയപ്പെടുത്തരാം. ഇവിടെ ഗ്രോക്ക് എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഉണ്ട്, ഗ്രോക്ക് ക്ലൗഡ്. ഇതാരെല്ലാം യൂസ് ചെയ്തിട്ടുണ്ടോ ഗ്രോക്ക്? യെസ്. ഗ്രോക്ക് കേട്ടിട്ടുണ്ട്. ഏതിന്റെ അറിയാമോ? ഗ്രോക്ക് ഏതിന്റെയാണെന്ന് അറിയാമോ? അതറിയില്ല. ലൈക് ഗ്രോ. ഗ്രോക്ക് മെയിൻ ആയിട്ട് മെറ്റ അല്ലെങ്കിൽ ട്വിറ്റർ, അങ്ങനെ അവരുടെയൊക്കെ കൊളാബറേഷൻ വരുന്ന ഗ്രോക്ക് ക്ലൗഡ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് മെറ്റയുടെ മോഡൽസ് ആയിരിക്കും ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാവുക. ഇതിനകത്ത് നമുക്ക് ജസ്റ്റ് ഗ്രോക്കിന്റെ API കാണിച്ച് മനസ്സിലായി. ഗ്രോക്ക് API ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് സൈറ്റ് ജസ്റ്റ് വിസിറ്റ് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ക്രിയേറ്റ് API എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പൊ ഞാനിവിടെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കാം. നേരത്തെ സെയിം സ്റ്റെപ്പ് നമ്മൾ ജെമിനിയുടെ എങ്ങനെയാണ് API എടുത്ത് ആ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറെ മോഡൽസ് നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ പ്ലേ ഗ്രൗണ്ട് ഡോക്യുമെന്റ്സ് എടുത്താൽ ഇവിടെ അതിനകത്ത് ഫീച്ചേഴ്സിൽ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. ചാറ്റ് കംപ്ലീഷൻസ് അതെങ്ങനെ ചെയ്യാന്ന് ഇപ്പൊ നമ്മൾ നേരത്തെ ജെമിനിയുടെ ഉപയോഗിച്ച് ചെയ്തതിൽ തന്നെ സെയിം സ്റ്റെപ്പ് തന്നെ ഇവിടെ നമുക്ക് മോഡലുകൾ ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാം. ഈ ഒരു കോഡ് ജസ്റ്റ് കോപ്പി എടുത്താൽ മതി. ഇവിടെ നമുക്ക് മോഡലുള്ളത് മെയിൻ ആയിട്ട് ഇവിടെ വരുന്ന മെറ്റയുടെ മോഡലാണ് ലാമ 3.3 പിന്നെ വെർസറ്റൈൽ മോഡൽ. ഓക്കെ, ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ചാറ്റ് കംപ്ലീഷൻ ഉപയോഗിക്കുന്ന ഇവിടുത്തെ മോഡൽ. അതേപോലെ തന്നെ കുറെ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ സപ്പോർട്ടഡ് മോഡൽസ്, വിസ്പർ ലാംഗ്വേജ്, ലാർജ് വീക്ക്ലി ടർബോ മോഡൽ, നമുക്ക് ഓപ്പൺ ഐയുടെ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഡിസ്റ്റിലിന്റെ മോഡൽസ് ഇവിടെ അവൈലബിൾ ആയിരിക്കും. അങ്ങനെ കുറെ മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഇതിനകത്ത് ഓൾമോസ്റ്റ് കുറെ നമുക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാം, കുറെ ക്രെഡ് വരെ. അത് കഴിയുമ്പോൾ നമുക്ക് പേയ്മെന്റിലേക്ക് പോകും. നമുക്ക് ബേസിക് കാര്യങ്ങൾക്ക് ഈ കാര്യങ്ങൾ ഉപയോഗിക്കാം. ടെക്സ്റ്റ് ടു സ്പീച്ച് ആണെങ്കിലും സ്പീച്ച് ടു ടെക്സ്റ്റ് ആണെങ്കിലും നമ്മുടെ വോയിസിന്റെ API എന്തെങ്കിലും ഇന്റഗ്രേഷൻ ചെയ്യേണ്ടവർക്കാണെങ്കിലും ഇതിനകത്ത് ചെയ്യാം. ഇനി ഇമേജസ് ഇന്റഗ്രേറ്റ് ചെയ്യാൻ അങ്ങനെയാണെങ്കിൽ അതിനകത്ത് യൂസ് ചെയ്യാം. ചില മോഡൽസ് നമുക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കില്ല. മോസ്റ്റ്ലി ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽസ് ഒന്നും അവർ അവൈലബിൾ ആയിട്ട് തരില്ല. ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. റീസണിങ്ങിനായിരുന്നു കുറച്ച് സപ്പോർട്ടഡ് മോഡൽസ് ഉണ്ട്. ക്വെൻ പറഞ്ഞ മോഡൽസ്, ഡീപ് സീക്കിന്റെ R1 ഡിസ്റ്റി മോഡൽ, പിന്നെ ഏജന്റിക് ടൂളിംഗ് എന്ന് പറഞ്ഞൊരു പുതിയൊരു മെത്തേഡ് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി കുറച്ച് മോഡൽസ് ഉണ്ട്. കോമ്പൗണ്ട് ബീറ്റ എന്ന് പറഞ്ഞ മോഡൽസ്. ഓക്കെ, അങ്ങനെ ഗ്രൗക്കിന്റെ API അവിടെ ജസ്റ്റ് കോപ്പി എടുക്കുക. എന്റെ സ്ക്രീൻ കാണാമല്ലോ അല്ലേ? അതെ സർ. ഞാൻ സർ ഗ്രോക്ക് വെച്ച് കാണാം. ജസ്റ്റ് ചെയ്യാൻ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഓപ്പൺ AI എന്ന് പറഞ്ഞൊരു പൈത്തന്റെ പാക്കേജ് ഉണ്ട്. ഓപ്പൺ AI എന്ന് തന്നെ പറഞ്ഞൊരു പൈത്തന്റെ പാക്കേജ് ഉണ്ടാവും. അത് ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ജസ്റ്റ് പിപ്പ് കമാൻഡ് വെച്ച് ഇൻസ്റ്റാൾ ചെയ്യാം. ഓപ്പൺ AI.
ഓക്കെ, ഓപ്പൺ ഐയുടെ തന്നെ ഒരു സ്പെസിഫിക് വെർഷൻ ഉണ്ട്, 0.28 തന്നെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഓപ്പൺ ഐ മാറിക്കൊടുത്തിട്ടാണ്, ഓപ്പൺ ഐ ഈക്വൽ ടു 0.28. അതൊന്നെടുത്ത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഗ്രോക്കിന്റെ അവിടെ നിന്ന് ഔട്ട്പുട്ട് വന്നിട്ടുണ്ട്. കറന്റ് നോളേജ് ഇവിടെ ഞാൻ ക്വസ്റ്റ്യൻ പാസ് ചെയ്തിട്ടായിരുന്നു, ഹൂ ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. നമുക്ക് ജസ്റ്റ് ആൻസേഴ്സ് വരും. പിന്നെ ദ്രൗപദി മുർമു, ഓഫീസ് ബൈ ജൂലൈ 25. ഓക്കെ, അപ്പൊ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഞാൻ വിചാരിക്കുന്നു. ഗ്രോക്കിന്റെയും ജെമിനിയുടെയും API ഒക്കെ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് ടാസ്കുകൾ, നിങ്ങൾ മെയിൻ ആയിട്ട് നിങ്ങൾ ഹാക്കത്തോൺ ഈവൻസ് അങ്ങനത്തെ പ്രൊജക്ട്സ് കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഉപയോഗിക്കാം എന്നൊരു ജസ്റ്റ് ഒരു ഐഡിയ, ബേസിക് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് നമ്മൾക്ക് ഒരു ക്ലാസ്. ഇപ്പൊ നിങ്ങളിപ്പോ ഡെവലപ്പേഴ്സ്, ഫ്രണ്ട് എൻഡ് ഡെവലപ്പർ ആയാലും ബാക്ക് എൻഡ് ഡെവലപ്പർ ആയാലും ഇപ്പൊ നമ്മുടെ ആപ്ലിക്കേഷനിൽ എങ്ങനെ AI ഇന്റഗ്രേറ്റ് ചെയ്യുന്നുള്ള ഒരു പാർട്ട് നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഈ API ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് മോഡൽസ്, ട്രാൻസ്ഫോമർ മോഡൽസ് ഇന്റഗ്രേറ്റ് ചെയ്യാം. പണ്ടൊക്കെ ഞാൻ ഒരു ഹാക്കത്തോണിന് പോയി ഇങ്ങനെ ഞങ്ങൾ അന്ന് ചെയ്തൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബേസിക് ആയിട്ട് ഒരു പ്രോജക്റ്റാണ്. ഫസ്റ്റ് ബിഗിനിങ്ങിൽ പോയത് ഇപ്പോൾ റെസിപ്പി ജനറേറ്റർ എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ആയിരുന്നു. അതിനകത്ത് ഞങ്ങൾ യൂസ് ചെയ്ത് ChatGPT തന്നെ 3.5 ടർബോ മോഡൽ. അന്ന് അത് ഫ്രീ ആയിരുന്നു, APIക്കും കാര്യങ്ങളെല്ലാം. അപ്പൊ അന്ന് അത് ഉപയോഗിച്ച് നമുക്ക് AI ഒരു പാർട്ട് അവിടെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ നമുക്ക് വേറെ വെബ്സൈറ്റ്സ് API ഉപയോഗിച്ചിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. അപ്പൊ അന്ന് നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. നമുക്ക് എങ്ങനെ API ഉപയോഗിക്കാം, എങ്ങനെ API ഉപയോഗിച്ച് മോഡൽസുകളെ കോൾ ചെയ്യാം, ലേറ്റസ്റ്റ് മോഡലുകൾ ഏതൊക്കെയുണ്ട്, അതൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നിങ്ങൾക്കാണെങ്കിൽ ഓപ്പൺ ഐയുടെ API എടുക്കാം. വിത്ത് ബില്ലിംഗ് ആണെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് ക്രെഡിറ്റ് കാർഡും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് എടുക്കുക. എന്നിട്ട് പേയ്മെന്റ്സ് വരുന്ന ടൈമിൽ അത് നിങ്ങൾ 2-3 പേര് ചേർന്ന് അടയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തു തീർക്കാം. വലിയ വലിയ പ്രൊജക്ട്സ് ചെയ്യുമ്പോൾ കാര്യമായിട്ട് പറയാം, ഇത് വളരെ ബേസിക് ഉള്ള കാര്യങ്ങൾക്ക് ഇങ്ങനത്തെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യാം. ഇത്രയൊക്കെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഏകദേശം എല്ലാവർക്കും ഒരു ഐഡിയ കിട്ടി ഞാൻ വിചാരിക്കുന്നു. ഇല്ലേ അതില് ആകാശേ? അതെ സർ, കിട്ടി. വളരെ ബേസിക് ഐഡിയ ആയിട്ട് നമുക്ക് പറഞ്ഞു തന്നിരിക്കും. ഓക്കെ, നമ്മളിപ്പോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ ദെൻ, താങ്ക് യു ഫോർ ഓൾ. ബൈ.